പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സഭാ ശുശ്രൂഷയോടൊപ്പം നിൽക്കുന്ന ഈ ചാനലിനെ നിങ്ങൾ സ്വന്തമായി സ്വീകരിക്കണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ നോമ്പിൻ്റെ മാസങ്ങളിലൂടെ, ആഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വലിയ നോമ്പിൻ്റെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വലിയൊരു ചിന്ത, നമ്മുടെ സഭയിൽ സമാധാനവും ശാന്തിയും യേശുക്രിസ്തു ആഗ്രഹിച്ചതുപോലെ ഒരു ഇടയനും ഒരു തൊഴുത്തുമായി ആകുവാൻ സഭയെ സ്നേഹിക്കുന്ന ഓരോ മക്കളും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെയും അവിശ്വാസികളെയും മറ്റ് നാനാജാതി മതസ്ഥരെയൊക്കെ ഈ വിഷയം ദുഃഖിപ്പിക്കുകയും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സമാധാനപരമായിട്ട് പരിഹരിച്ച് കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ വിഷയത്തെ സംബന്ധിച്ച് നിരവധി വീഡിയോയിൽ നമ്മൾ അതിലൂടെ പൊതുജനങ്ങളോട് അഭിപ്രായം പറയുകയും ഒറ്റക്കെട്ടായ സ്നേഹത്തോടുകൂടി സഭ നീങ്ങണമെന്ന് സഭാപിതാക്കന്മാരുടെയൊക്കെ ശ്രദ്ധയിൽ നമ്മൾ ആ വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, പുതിയതായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിനിധിയായിട്ട് അഭിമന്യ തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷന്മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ സിനഡ് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുത്തെ വികാരിയായിട്ട്, മെട്രോപൊളിറ്റൻ വികാരിയായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. നമുക്കറിയാം, ഈ പ്രശ്നമുണ്ടാകുന്ന ആദ്യ ദിവസം തന്നെ പുള്ളി, നമ്മുടെ പിതാവ് അവിടെ എത്തുകയും ആദ്യത്തെ ദിവസം തന്നെ മറ്റു കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാമെന്നൊക്കെ പറഞ്ഞ് ഒരു പൊതുവായിട്ട് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനുശേഷം പുള്ളി തിരിച്ചു പോരുമ്പോൾ അന്ന് നമ്മുടെ രൂപതയുടെ ബിഷപ്പ് ഹൗസിലെ കുറേ വൈദികർ സമരം ഇരിക്കുകയാണ്. അത് കലക്ടറും മറ്റുള്ളവരും ഒക്കെ ഇടപെട്ട് ആ സമരം അവസാനിപ്പിക്കാൻ ശാശ്വതമായിട്ട് ചർച്ച ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ അഭിമന്യ പാമ്പ്ളാനി പിതാവ് അവിടെ പോയി തിരിച്ച് തലശ്ശേരിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഈ വിഷയത്തിൻ്റെ ഗൗരവം കലക്ടറൊക്കെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി ചികിത്സാർത്ഥം വ്യക്തിപരമായ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് പുള്ളി തിരിച്ചു പോകുന്നത്. പക്ഷെ പുള്ളി തൻ്റെ ആരോഗ്യ പ്രശ്നം വകവയ്ക്കാതെ തിരിച്ച് അവിടെ എത്തുകയും അവരുമായിട്ട് സ്നേഹ സംഭാഷണം നടത്തുകയും ആ പ്രശ്നം താൽക്കാലികമായിട്ട് അവിടെ രമ്യതയിൽ എത്തിക്കുകയും ചെയ്തു. നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ സഭയെ അനുകൂലിക്കുന്നവരും സഭയ്ക്ക് വിരുദ്ധം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാർപ്പാപ്പായുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. സഭയെ സ്നേഹിക്കുന്നവർ മാർപ്പാപ്പായ്ക്കൊപ്പം നിൽക്കും, സഭയ്ക്കൊപ്പം നിൽക്കും. ഈ ദിവസങ്ങളിൽ എന്നെ ദുഃഖിപ്പിച്ച ഒരു വിഷയം, അഭിമന്യ പാമ്പ്ളാനി പിതാവ് അവരുമായിട്ട് സംസാരിക്കാൻ സാഹചര്യങ്ങളായപ്പോൾ ഒരു 100-100-ലധികം ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കുവാനായിട്ട്, സഭയെ സ്നേഹിക്കുന്ന സഭയുടെ മക്കൾ തന്നെയാണ്, അദ്ദേഹത്തിനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് തുണിയൊക്കെ മാടിക്കുത്തി അവരുടെ വികാരം വളരെ ശക്തമായ രീതിയിൽ പ്രകടിപ്പിച്ചപ്പോൾ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് വരെ കടന്നു വരാൻ സാധ്യതയുള്ള രംഗങ്ങളാണ് ആ വീഡിയോയിലൂടെ ഞാൻ കണ്ടത്. പിതാവ് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് ചെവി കൊടുക്കാതെ വളരെ ശക്തമായ രീതിയിൽ സഭാസ്നേഹികൾ പിതാവിനോട് തർക്കിക്കുകയാണ്. തർക്കിക്കുന്നതിൻ്റെ കാര്യം, സഭയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ പിതാവ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് വിഘടിതരല്ല, സഭാപക്ഷത്ത് നയിക്കുന്ന അൽമായരാണ്, 100-ലധികം ആളുകളുണ്ട്. അപ്പോൾ അതൊരു സമാധാനത്തിൻ്റെ രംഗം വിട്ട് ഒരു അതിക്രമത്തിൻ്റെ ഭാഷയിലൂടെ പിതാവിനോട് സംസാരിച്ചപ്പോൾ പിതാവ് അവരോട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ഭയപ്പെടുത്തണ്ട, ഞാൻ അങ്ങനെ ഭയപ്പെടുന്നവനുമല്ല. അങ്ങനെ ഭയപ്പെടുന്നവരൊരു പക്ഷെങ്കിൽ കാണും.
പക്ഷെ ഞാൻ കണ്ണൂർക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഭയമില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം കണ്ണൂറുകാരനാണ് എന്ന് പറഞ്ഞ് ഗുണ്ടായുസം കാണിക്കുമെന്നല്ല പിതാവ് പറഞ്ഞത്. പിതാവ് പറഞ്ഞ് ഈ വെട്ടും കുത്തും അടിയും വെടിവെപ്പും സർവ്വ അതിക്രമങ്ങളും നടന്ന ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന് അതിലൂടെ ജീവിച്ച ഒരു മനുഷ്യനാണ് അഭിമന്യ പിതാവ്. ഞാനും നമ്മളും ഒക്കെ അങ്ങനെ തന്നെയാണ്, കണ്ണൂരുകാരനാണ്. അപ്പം നമ്മളും പലപ്പോഴും പറയാറുണ്ട് ഞാൻ കണ്ണൂരുകാരനാണെന്ന്. പിതാവ് ആ ശൈലി പറഞ്ഞു. ഇതെല്ലാം കണ്ട് കേട്ടവനാണ് ഞാൻ. എനിക്കതുകൊണ്ട് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തണ്ട, അതൊന്നും കണ്ട് കുലുങ്ങുന്നവനല്ല എന്ന് പിതാവ് പറഞ്ഞപ്പോൾ പിതാവിനെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ എയറിൽ നിർത്തുകയാണ്. എന്താണ് കാരണം? പിതാവ് ഞാൻ കണ്ണൂർക്കാരനാണെന്ന് പറഞ്ഞ് ഒരു പിതാവിൻ്റെ ശൈലി വിട്ട് ഒരു ഗുണ്ടായിസം രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് അത് വരുത്തി തീർക്കുകയാണ് മാധ്യമങ്ങളിലൂടെ. യഥാർത്ഥത്തിൽ പിതാവ് പറഞ്ഞത് ഇതാ ഉദ്ദേശിച്ചത്, ഞാൻ കണ്ണൂർക്കാരനാണ് ഉദ്ദേശിച്ചത്. ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നവനല്ല ഞാൻ. ആ നാട്ടുകാരനായ ഞാൻ ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്കൊരു ഭയമില്ല എന്ന് അദ്ദേഹം പറയുകയായത്. ഞാൻ പിതാവിനെ ന്യായീകരിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ പക്ഷങ്ങൾ പിടിക്കാതെ സത്യത്തിനും നീതിക്കും നിലകൊള്ളുവാൻ നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ പ്രവർത്തിക്കണമെന്ന് പറയാൻ ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സിനഡും മാർപ്പാപ്പായും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എടുക്കണം. അഭിമന്യ പിതാവ് ഇവരുമായിട്ട് ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. പിതാവ് അവരോട് പറഞ്ഞു, നിങ്ങളുമായിട്ട് സംസാരിച്ച് ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് എന്നെ ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് പരിശുദ്ധ കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് പ്രകാരം തന്നെ ഒരു മാറ്റവും കൂടാണ്ട് ആ വിശുദ്ധ കുർബാന അർപ്പണം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടത്തുമെന്ന് അദ്ദേഹം കാർക്കശ്യത്തോടുകൂടി പറഞ്ഞു. മറ്റ് രമ്യതയിലാകുവാൻ സമവായമായിട്ട് പല രീതികളിലുള്ള ചർച്ചകൾ, അതിനാണല്ലോ അദ്ദേഹത്തെ അതിന് ചുമതലപ്പെടുത്തിയത്. സമാധാനപരമായിട്ട് പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ഞായറാഴ്ചകളിൽ കടവുള്ള ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന സിനഡ് പറഞ്ഞതുപോലെ സഭ പറഞ്ഞതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങളൊക്കെ വെച്ചു. അതിനെയും അവഗണിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ തിരിയുന്നവരുടെ മേൽ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ പറ്റിയില്ല. അച്ചടക്ക നടപടികൾ തീർച്ചയായിട്ടും കുറ്റക്കാരുടെ മേലെടുക്കുമെന്നൊക്കെ പിതാവ് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവും നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവും സംയുക്തമായിട്ട് ഒരിടയലേഖനം ഇറക്കി. അതിപ്രകാരമാണ് ഈ നോമ്പിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഭയിൽ സമാധാനം ഉണ്ടാകുവാൻ എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. സംയുക്തമായിട്ട് ഇറക്കിയ ഇടയലേഖനത്തിൽ പറയുന്നു, ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ സമാധാനപരമായിട്ട് സഭയിലൂടെ കടന്നു പോകാനായിട്ടാണ്. ആ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഞാൻ വായിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിഭാഗം ആളുകളെ കുറ്റപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. സഭയിൽ സമാധാനവും ശാന്തിയും ഐക്യവും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അൽമായൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ ആനന്ദം യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ ആശങ്കകൾ ഈ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് അഭിമന്യ പിതാക്കന്മാരോട്, പാമ്പ്ളാനി പിതാവിനോടും നമ്മുടെ റാവേൽ തട്ടിൽ പിതാവിനോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സിനഡ് എടുത്ത തീരുമാനങ്ങളിൽ, അതായത് എപ്രകാരമാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. ആ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകരുതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, സഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ ക്രമവിരുദ്ധമാണ് എന്ന് ഔദ്യോഗികമായിട്ട് സിനഡ് പറയുകയും മാർപ്പാപ്പ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരിക്കൽ അത് അർപ്പിക്കാമെന്ന് സിനഡ് കൊടുത്ത അല്ലെങ്കിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പോലും നമുക്ക് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. തെറ്റ് ആര് ചെയ്താലും എപ്പോൾ ചെയ്താലും, ഒരു പ്രാവശ്യം ചെയ്താലും ആഴ്ചയിൽ 7 ദിവസം ചെയ്താലും തെറ്റ് തന്നെയാണ്. മറ്റേ ഒരു സമവായത്തിൻ്റെ പേരിൽ ഈ സഭയിൽ ഒരു ശാശ്വതമായ സമാധാനം ഉണ്ടാകുവാൻ സാധിക്കുമെങ്കിൽ അത് എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഈ തീരുമാനം വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈ പ്രവർത്തനങ്ങളിലും ഉദ്യമങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.